അവസാനം നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളക്കരെ കാത്തിരുന്ന, ചർച്ച ചെയ്തിരുന്ന ഒരു പ്രമാദമായ കേസിൻ്റെ വിധി. 2017 ഫെബ്രുവരി 17 രാത്രിയിൽ കൊച്ചി നഗരത്തിൽ വെച്ചിട്ടാണ് നടി ആക്രമിക്കപ്പെടുന്നത്. അന്ന് ആ കേസിൽ 10 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കാലം കടന്ന് 8 വർഷം കഴിഞ്ഞ് എത്തിയപ്പോൾ പ്രതികളുടെ എണ്ണം പൾസർ സുനി ഉൾപ്പെടെ 6 പേരായി. ബാക്കി ഉണ്ടായിരുന്നതിൽ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള തെളിവുകളില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അവരൊക്കെ കുറ്റവിമുക്തരാക്കപ്പെട്ടു. വിധി വന്നപ്പോൾ ഒരുപാട് നിരാശയാണ് എനിക്ക് തോന്നിയത്. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം കോടതിക്ക് തെളിവുകൾ തന്നെയാണ് പ്രധാനം. പക്ഷേ തെളിവുകൾ ഇല്ലാതാക്കിയത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. തെളിവില്ല എന്ന കാരണം കൊണ്ട് ഒരാളും തെറ്റ് ചെയ്തില്ല എന്നല്ല അർത്ഥം. പക്ഷേ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ കുറ്റവിമുക്തനാവുക തന്നെ ചെയ്യും. കാരണം അതിജീവതയുടെ മൊഴിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, തന്നെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് പൾസർ സുനി അതിജീവതയോട് പ്രത്യേകം പറഞ്ഞിരുന്നു തനിക്ക് കൊട്ടേഷൻ കിട്ടിയതാണ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ കൊട്ടേഷൻ ആര് കൊടുത്തു എന്നുള്ളതും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ തെറ്റാണ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരാണ് പൾസർ സുനി എന്ന പ്രതിയെ തെറ്റ് ചെയ്യാനായി പ്രേരിപ്പിച്ചത് എന്നുകൂടെ കണ്ടെത്തേണ്ടതുണ്ട്. കേസിൻ്റെ വിധി വന്നപ്പോൾ താനാണ് ശരിക്കും ഇരയാക്കപ്പെട്ടത് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മീഡിയാസിന് മുന്നിലേക്ക് വന്ന ഈ നടൻ കുറച്ച് നാൾ മുമ്പ് എന്തായിരുന്നു എന്നുള്ളത്. അന്ന് അയാൾ മലയാള സിനിമ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അതുമാത്രമല്ല, അയാൾക്കെതിരെ അന്ന് കേസിൽ സാക്ഷി പറഞ്ഞ 28 സാക്ഷികൾ പിന്നീട് കൂറുമാറി. എന്നിട്ടും താനാണ് ഇതിലെ വിക്ടിം എന്ന് പറയുന്ന ആ നടനോട് എനിക്ക് പുച്ഛം മാത്രമാണ് തോന്നുന്നത്. കാരണം അയാൾക്കിതിൽ പങ്കില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളിയും ഇല്ല. അതുകൊണ്ട് തന്നെ വിധി വന്നതിന് ശേഷം ആദ്യം ചെയ്തത് തൻ്റെ എക്സ് വൈഫിനെ പബ്ലിക്കിന് മുന്നിലേക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ ഇട്ടുകൊടുക്കുക എന്നുള്ള കാര്യമായിരുന്നു. അത്രയധികം പക മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഈ നടൻ. കേസ് അന്വേഷണത്തിൻ്റെ ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന തെളിവുകളെല്ലാം കാലക്രമേണ അപ്രത്യക്ഷമായിക്കൊണ്ടേയിരുന്നു. പിന്നീട് അതിജീവിതയ്ക്ക് ആ കേസിന് വിധി വരാനായിട്ട് 8 വർഷം കാത്തിരിക്കേണ്ടി വന്നു. എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന ഏട്ടൻ ഫാൻസിനോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നിയമത്തിൻ്റെ കോടതിയിൽ ഒരുപക്ഷെ അയാൾ കുറ്റക്കാരനല്ലായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ കോടതിയിൽ ഇതിനുള്ള വിധി എന്തായാലും ഉണ്ടാവും. കർമ്മ എന്നുള്ളത് സത്യം തന്നെയാണ്. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഇതിനുള്ളത് ദൈവം തന്നെ കൊടുക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു പക പോക്കാനായി ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കണമെന്ന് ഗൂഢാലോചന ചെയ്തിട്ടുള്ള നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്കും ഉള്ളത് പെൺകുട്ടികൾ തന്നെയാണ്. ആക്രമിക്കപ്പെട്ടതിന് ശേഷം അതിജീവിത കടന്നുപോയ മെൻ്റൽ ട്രോമ എത്രത്തോളം ആയിരിക്കുമെന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിച്ചാൽ മാത്രം മതി നമുക്ക് അവളോടൊപ്പം മാത്രമേ നിൽക്കാൻ സാധിക്കൂ.